ആ മനുഷ്യൻ അവന്റെ അന്തസ്സത്ത് കാത്തു സൂക്ഷിച്ച് മറ്റുള്ള ജീവികൾക്കെല്ലാം നന്മ നൽകി ഞങ്ങൾ ഉത്കൃഷ്ട ജീവികളാണെന്ന നിലക്ക് ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യേ സർവ മനുഷ്യരും പരസ്പരം സഹകരിക്കുന്നവരും സ്നേഹിക്കുന്നവരും സൗഹൃദം പുലർത്തുന്നവരും ഉപകാരം ചെയ്യുന്നവരുമായി തീരണം. ഈ മഹത്തായ ആശയമാണ് മനുഷ്യർക്കൊപ്പം എന്ന ഞങ്ങളുടെ ഈ മഹത്തായ കേരള യാത്രയിലെ മുദ്രാവാക്യം. മനുഷ്യർക്കൊപ്പം, എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുക. പരിശുദ്ധ ഖുർആൻ അത് മനുഷ്യർക്കൊപ്പമാണ്. അതുകൊണ്ടാണ് ഖുർആനിനെ പരിചയപ്പെടുത്തുമ്പോൾ ഹുദല്ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ. വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ, മനുഷ്യർ ചിന്തിക്കാൻ. കാരണം വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ, എല്ലാ ഉപമകളും മാതൃകകളും ഖുർആനിൽ മനുഷ്യർക്ക് വേണ്ടി വിവരിച്ചിട്ടുണ്ട്. ആ മനുഷ്യർ അത് ചിന്തിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മനുഷ്യന്റെ മഹത്വത്തെ സംബന്ധിച്ച് ബോധമുള്ളവനാകണം. നമ്മൾ ഒരിക്കലും വേറൊരു മനുഷ്യനെ ചീത്ത വിളിക്കുന്നവനായിക്കൂടാ, പരിഹസിക്കുന്നവനായിക്കൂടാ, നിന്ദിക്കുന്നവനായിക്കൂടാ, ആക്രമിക്കുന്നവനായിക്കൂടാ. അക്രമങ്ങളെല്ലാം പാരത്രിക ലോകത്ത് ഇരുട്ടായി ഭവിക്കും എന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസം ഓതി വരുന്ന ഒരു സൂക്തമുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നിശ്ചയം അല്ലാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നു. എല്ലാവർക്കും നീതി. അവിടെ മതവ്യത്യാസമില്ല, അവിടെ ജാതി വ്യത്യാസമില്ല, കളർ വ്യത്യാസമില്ല, ഭാഷ വ്യത്യാസമില്ല. ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ൽ, നിങ്ങളോട് നീതി കൊണ്ട് കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, അതേപോലെ നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാ ജീവികൾക്കും നന്മ ചെയ്യുക. അനധികൃതമായി അക്രമമായി ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും തടഞ്ഞതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിന് പാത്രമായി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് കേവലം പൂച്ചയല്ലേ എന്ന് വിചാരിക്കാൻ പാടില്ല. നേരെ മറിച്ച് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ ബക്കറ്റും കയറും ഇല്ലാത്തത് കൊണ്ട് കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ച ഒരു മനുഷ്യൻ മേൽപോട്ട് കയറി വന്നപ്പോൾ കിണറ്റിന്റെ പരിസരത്ത് നിന്ന് നനവുള്ള മണ്ണ് ഒരു നായ നക്കുന്നത് കണ്ടപ്പോ ആ നായക്ക് എന്നെ പോലെ ദാഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അവിടുന്ന് വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങി ബക്കറ്റില്ലാത്തത് കൊണ്ട് ഷൂ അഴിച്ചെടുത്ത് ബക്കറ്റായി ഉപയോഗിച്ച്, കയറില്ലാത്തത് കൊണ്ട് ആ ഷൂ കടിച്ചു പിടിച്ച് കിണറ്റിന്റെ മേലെ വന്ന് നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പാപം പൊറുക്കപ്പെട്ടു പോയി, അദ്ദേഹം സ്വർഗ അവകാശിയായി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം. എല്ലാവർക്കും വെള്ളം നൽകുക, എല്ലാവർക്കും ഭക്ഷണം നൽകുക, എല്ലാവരും നന്നായി സുഭിക്ഷമായി ജീവിക്കണമെന്ന് കരുതുക. ഈ ഗൂഡല്ലൂരിൽ പലപ്പോഴും നമ്മൾ വരാറുണ്ട്, ഇനിയും വരേണ്ടി വരും. അതേ, മതജാതി വ്യത്യാസമന്യേ നൂറുകണക്കിന് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ദേവറസോല ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അതിവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിവിടെ മാത്രമല്ല, ഇന്നും ഇന്നലെയും മാത്രമല്ല, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ ജാഥ സംഘടിപ്പിച്ചത് ഇൻഷാ അല്ലാഹ് അതിവിപുലമായ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനവും മറ്റും ഈ വർഷത്തിൽ നമുക്ക് നടത്താനുണ്ട്. മഹത്തായ ആ പണ്ഡിത സഭ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 100 വർഷമായി. ഇന്ന് വരെ ആ സഭയെ സംബന്ധിച്ചോ ആ സഭയുടെ തീരുമാനങ്ങളെ സംബന്ധിച്ചോ
അതിലൊരു വർഗീയതയുണ്ടെന്ന് ഒരു മുസ്ലിം പണ്ഡിത സഭ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ട്, ഇന്ന് വരെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ആ മുസ്ലിം പണ്ഡിത സഭക്ക് വർഗീയതയുണ്ടെന്ന് ആരോപിക്കാൻ പറ്റുന്ന ഒരു പഴുതുപോലും ഉണ്ടായിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് സ്ഥാപിച്ച കാലത്ത് ജീവിച്ചിരുന്ന മഹോന്നതന്മാരായ പണ്ഡിതന്മാർ അവര് പഠിപ്പിച്ച അതേ ആശയത്തെ അതേ വിധത്തിൽ മുറുകെ പിടിച്ച് ഖിയാമത്ത് നാൾ വരെ അത് നിലനിർത്തുമെന്ന പ്രതിജ്ഞയിലാണ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളും അതുപോലെ താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും ഇന്നും ഈ സ്റ്റേജിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരും ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയും അതുപോലെ അതിന്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന താജുൽ മുഹഖഖീൻ കൊട്ടൂർ ഉസ്താദും അവർക്ക് ആയിരക്കണക്കിന് മഹാപണ്ഡിതന്മാരുടെ ഗുരുവര്യന്മാരാണ്. അവരിൽ ആരിലും ഇന്ന് വരെ ഒരു തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ വർഗീയതയുടെയോ അക്രമത്തിന്റെയോ അനീതിയുടെയോ അഴിമതിയുടെയോ ഒരാരോപണത്തിനും കാരണമാകുന്ന ഒരു വാക്കുപോലും ഒരു പ്രവൃത്തി പോലും ഇന്ത്യ രാജ്യം ദർശിച്ചിട്ടില്ല. അത് അന്ത്യനാൾ വരെ അതേ നിലക്ക് സമൂഹത്തിന് നന്മ ചെയ്ത് നിലനിൽക്കുകയും ചെയ്യും. അത് നിലനിർത്തുമെന്ന പ്രതിജ്ഞയെടുക്കുന്നതാണ് നമ്മുടെ ഈ കേരള യാത്ര, ഈ സ്നേഹയാത്ര. അതിന് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും എല്ലാ സ്ഥലത്തും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ അതിഗംഭീരമായ സ്വീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സർവ്വ നന്മകളും ലോകസട്ടാവ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.